എടിയായി ഒരു ഗ്ലാസ് വെള്ളം എടുത്താണ്. എന്താ മനുഷ്യ, പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. എന്നിട്ടാണ് അപ്പോഴപ്പായിട്ട് അങ്ങോട്ട് കിടന്ന് വിളിക്കണത്. ഇത്തിരി കഷ്ടം. ഇപ്പം വരും, നേരം വെളുക്കുമ്പം വരും. ഏട്ടത്തി കഴിക്കാൻ എന്താണ്, ഏട്ടത്തി അതുണ്ടാക്ക്, ഏട്ടത്തി ഇതുണ്ടാക്ക്, ഏട്ടത്തി അത് ചെയ്, ഏട്ടത്തി ഇത് ചെയ് എന്നും പറഞ്ഞ് ഒരു സ്വൈര്യത തരത്തില്ല. ഏട്ടത്തി ഒരു കോഫി, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ചെറിയൊരു കടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദഹിച്ചു, വയറ്റിലൊന്നുമില്ല ഏട്ടത്തി. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി താ. 2-3 ദോശയാണ് കഴിച്ചത്, അത് വെക്കം ദഹിച്ചും പോയി. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി താ ഏട്ടത്തി. നല്ല ഏട്ടത്തി അല്ലേ? ഞാൻ റൂമിൽ കാണും, ഏട്ടത്തി ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കണേ കേട്ടാ. ഇവിടെ വല്ല സർവന്റിനെ ഏറ്റവും വെക്കി, അതാണ് നല്ലത്. എനിക്ക് വയ്യ. പണിയെടുത്തിന്റെ നടു ഒടിഞ്ഞ്. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അലക്കുന്നത്? അവള് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ ഉണ്ടാക്കി കൊടുക്കണ്ടേ? നിന്റെ അനിയത്തിയല്ലേ? മനുഷ്യ, നിങ്ങളുടെ ഈ നോട്ടം. നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇതിനൊരു പരിഹാരം കണ്ടെത്തണമല്ലോ. നീ സമാധാനപ്പെടും, അവൻ വരട്ടെ, അവളോട് ഞാൻ സംസാരിക്കാം. എന്റെ ദൈവമേ, ഈ ചേട്ടനോടെല്ലാം പറഞ്ഞു കൊടുത്ത് ഞാൻ അടുക്കളയിൽ കയറേണ്ടി വരുമല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഏട്ടാ. ആ മോളോ? എന്താ മോളെ, എന്താ ഒരു വിഷമം പോലെ? ഞാനെല്ലാം കേട്ടു. എനിക്ക് അടുക്കളയിൽ കയറാൻ അറിയത്തില്ല ഏട്ടാ, അതുകൊണ്ടാണ് ഞാൻ ചേട്ടത്തിരയിലെല്ലാം ഉണ്ടാക്കി തരാൻ പറയുന്നത്. മോളെ എന്നും അടുക്കളയിൽ കയറണ്ട, വല്ലപ്പോഴൊക്കെ പോയി ഒന്ന് തൊട്ടും പിടിച്ചും ഒക്കെ നിന്നാ മതി. എന്റെ വീട്ടിൽ എന്നെ ഇതൊന്നും പഠിപ്പിച്ചില്ല, പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. ചേട്ടത്തിക്ക് വിഷമമാണെങ്കിൽ എനിക്കിതൊന്നും ചെയ്തു തരണ്ടെന്ന് ചേട്ടത്തിയോട് പറഞ്ഞു കേട്ടോ. സാരമില്ല, ഞാൻ എന്റെ സ്വന്തം ചേച്ചി എന്ന നിലയിലാണ് ഞാൻ ചേട്ടത്തിയുടെ അടുത്ത് എല്ലാം ഉണ്ടാക്കി തരാൻ പറയുന്നതും സ്വാതന്ത്ര്യം എടുക്കുന്നതും. തെറ്റിദ്ധരിക്കരുത് ചേട്ടാ. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞോ, ഇഷ്ടമില്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്തു തരണ്ട. എന്റെ സ്വന്തം ചേച്ചിയായിട്ടേ ഞാൻ ചേട്ടത്തിയെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാ. വിഷമിക്കണ്ട, അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ശരി ഏട്ടാ. പിന്നെ അടുക്കളയിൽ കയറാൻ പോണു ഞാൻ. പിന്നല്ല, എന്നോടാണ് കളി. ഇതുമല്ല, ഇതിൻ്റെ അപ്പുറവും കാണിക്കും.